ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ സെക്ഷനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിൻടെക്കിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ 1.3 സെക്ഷനായിട്ടുള്ള ടെക്നോളജിക്കൽ ഫൗണ്ടേഷൻ ഓഫ് ഫിൻടെക് ഓൺട്രപ്രണർഷിപ്പാണ്. നമുക്ക് ഓൾറെഡി അറിയാൻ പറ്റും ഫിൻടെക്കിൻ്റെ ടെക്നോളജി എന്ന് പറയുന്നത് AI ഉണ്ട്, മെഷീൻ ലാംഗ്വേജ് ഉണ്ട്, അതുപോലെ തന്നെ റോബോ അഡ്വൈസേഴ്സ് ഉണ്ട്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഉണ്ട്, ബ്ലോക്ക് ചെയിൻ ഉണ്ട്, ബയോമെട്രിക് ആൻഡ് വീഡിയോ KYC ഉണ്ട്, ബിഗ് ഡേറ്റ അനാലിസിസ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഫിൻടെക് വർക്ക് ചെയ്യുന്നത്. അപ്പം അത് ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിനകത്ത് ഫിൻടെക്കിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജി ഏതൊക്കെയാണ്, അതിൻ്റെ ഫൗണ്ടേഷൻ എന്താണെന്നുള്ളതാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫിൻടെക്കിൽ ബേസിക്കായിട്ട് യൂസ് ചെയ്യുന്ന ടെക്നോളജീസ് ഫിനാൻഷ്യൽ സർവീസസിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളതാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ നോക്കുന്നത്. ഫിൻടെക്കിൻ്റെ ബേസിക് ആയിട്ടുള്ള ടെക്നോളജീസ് ക്ലയൻറ്റ് ഓൺ ബോർഡിങ്, അതായത് KYC, ആധാർ വെരിഫിക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ടെക്നോളജി യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ലോൺ ഡിസ്പേഴ്സ്മെൻറ്റ് ആൻഡ് കളക്ഷൻ, അതായത് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ക്രെഡിറ്റ് സ്കോറിംഗ് ഒക്കെ നോക്കിയിട്ട് ലോൺ കൊടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കും. നമ്മൾ സിബിൽ സ്കോറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ലായിരുന്നു, അതൊക്കെ. പിന്നെ കസ്റ്റമർ സർവീസ്, ചാറ്റ് ബോട്ട്, മൊബൈൽ ആപ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ടെക്നോളജി ഫിൻടെക്കിൽ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ വെൽത്ത് മാനേജ്മെൻറ്റ്, വെൽത്ത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് റോബോ അഡ്വൈസേഴ്സിനൊക്കെ നമ്മൾ യൂസ് ചെയ്ത് ഫിൻടെക്കിൽ ടെക്നോളജി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സർവീസസിൽ ടെക്നോളജി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ബേസിക്കായിട്ട് ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യം. ഇതിനകത്ത് ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിനകത്ത് ഏതൊക്കെ ടെക്നോളജിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും AIയും റോബോ അഡ്വൈസേഴ്സുമാണ് മെയിൻലി നമ്മൾ ഫിനാൻഷ്യൽ ടെക്നോളജിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിനകത്ത് AI എന്ത് ഹെൽപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ AI ഫിനാൻഷ്യൽ സർവീസസിൽ എന്തുമാത്രം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെക്ഷനകത്ത് ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ ഓഫ് AI ഇൻ ഫിനാൻഷ്യൽ സർവീസസ്. AI എന്ന് പറയുന്നത് ഈ ഒരു ജനറേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു യുഗത്തിൽ നമുക്ക് പറയാൻ പറ്റും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ തന്നെ നമ്മൾ AIനെ എന്തുമാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ പോയി ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ChatGPT-യോടായിരിക്കും. ChatGPT AI ആണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സെൻറ്റൻസുകൾ റീഫ്രെയിം ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷന് വേണ്ടിയിട്ടോ നമ്മൾ മെറ്റ AIനെ യൂസ് ചെയ്യാറുണ്ട്. ലാമ AI, ഇങ്ങനെ പല തരത്തിലുള്ള AIs നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫിനാൻഷ്യൽ ടെക്നോളജിയിലും ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ആണ്. അപ്പോൾ AIയുടെ ഡീപ്പായിട്ട് ഫിനാൻഷ്യൽ സർവീസസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ക്ലയൻറ്റ് ഓൺ ബോർഡിങ്. ക്ലയൻറ്റ് ഓൺ ബോർഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ന്യൂ ആയിട്ടുള്ള ഒരു കസ്റ്റമറിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയും വെരിഫൈ ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ്. എന്നിട്ട് അയാൾക്കൊരു ഫൈനാൻഷ്യൽ അക്കൗണ്ടോ സർവീസോ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാളെ ഒന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അയാളുടെ ഐഡൻറ്റിറ്റി ഒന്ന് വെരിഫൈ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ക്ലയൻറ്റ് ഓൺ ബോർഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ എന്തെങ്കിലും, ഇപ്പം നമ്മുടെ റേഷൻ കടയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ റേഷൻ കടയിൽ നമ്മളാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ബയോമെട്രിക് വെരിഫിക്കേഷൻ നടത്താറുണ്ട്. അത് നമ്മൾ എങ്ങനെയാണ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത്? നമ്മൾ റേഷൻ കട അല്ലെങ്കിൽ റേഷൻ കാർഡ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഫാമിലിയിലുള്ള എല്ലാവരും മസ്റ്ററിങ് നടത്തിയിട്ടുണ്ട്. ആ മസ്റ്ററിങ് വഴി നമ്മളുടെ ഡേറ്റ നമ്മൾ ഫീഡ് ചെയ്യുന്നു. പിന്നെ നമ്മളാണെന്നുള്ളത് റേഷൻ കടയിൽ ചെല്ലുമ്പോൾ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോസസ്സ്, നമ്മുടെ ഈ ഒരു ഡേറ്റ അല്ലെങ്കിൽ നമ്മളെ അതിനകത്തോട്ട് ആ ഒരു ഡേറ്റയുടെ സോഴ്സിലേക്കൊന്ന് ഫീഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ക്ലയൻറ്റ് ഓൺ ബോർഡിംഗ് എന്ന് വിളിക്കുന്നത്. ഈ ക്ലയൻറ്റ് ഓൺ ബോർഡിങ്ങിൽ AI എങ്ങനെ യൂസ് ചെയ്യുന്നത്? AI പവേർഡ് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നീഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലയൻറ്റ് ഓൺ ബോർഡിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ID പ്രൂഫ്സ് ഒക്കെ യൂസ് ചെയ്ത് ഡേറ്റ, അയാളുടെ ആ ഒരു ഡേറ്റ നമുക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അയാളെ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് AI യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ബയോമെട്രിക് വെരിഫിക്കേഷൻ, നമ്മുടെ ഫിംഗർ പ്രിൻറ്റോ അല്ലെങ്കിൽ ഫേഷ്യൽ സ്കാനിങ്ങോ ഒക്കെ നടത്തി നമ്മൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫേസും ഫിംഗർ പ്രിൻറ്റും ഒക്കെ. അപ്പോൾ അത് വെച്ച് കൺസ്യൂമറിൻ്റെ ഡേറ്റ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് AI യൂസ് ചെയ്യാറുണ്ട്. പിന്നെ വീഡിയോ KYC എന്ന് പറയുന്നത് ഓൾറെഡി നോ യുവർ കസ്റ്റമറാണ്. നമ്മൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട്സിലെല്ലാം പോയി ലിങ്ക് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് KYC എന്ന് പറയുന്നത്. നമ്മുടെ ആധാറുമായിട്ട് ബാങ്ക് ലിങ്ക് ചെയ്യുക. ഈ ഒരു പ്രോസസ്സ് AI വഴി ചെയ്യുമ്പോഴത്തേക്കിനും ഫേഷ്യൽ റെക്കഗ്നീഷനൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പം എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഒരാൾ
കള്ളത്തരം കാണിച്ച് അയാളുടെ അക്കൗണ്ടാണെന്ന് പറഞ്ഞ് പോയാലും ഈ വീഡിയോ KYC വഴി നമ്മളെ ബാങ്ക് തിരിച്ചറിയാം, അല്ലെങ്കിൽ നമ്മളുടെ അക്കൗണ്ട് തിരിച്ചറിയുമ്പം നമുക്ക് ഈ മാൽ പ്രാക്ടീസസും ഫ്രോഡ് പ്രാക്ടീസസും ഒക്കെ ഒരു പരിധി വരെ തടയാൻ പറ്റും. ഇപ്പോൾ വീഡിയോ KYC എന്ന് പറയുന്നത് AI സപ്പോർട്ടോടുകൂടിയാണ് ചെയ്യുന്നത്. പിന്നെ ഡോക്യുമെൻറ്റ് ഓതൻറ്റിക്കേഷൻ ടൂൾസും ഇതും AI യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഡോക്യുമെൻറ്റ് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം, ഇപ്പം നമ്മൾ മൊബൈൽ ഫോണിൽ നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ മുറിവുണ്ടെങ്കിൽ ഫോൺ ഡിറ്റക്റ്റ് ചെയ്യില്ല അത് നമ്മുടെ കൈയാണെന്ന്, അല്ലേ? അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്യാത്തത്? അവർ എക്സാക്റ്റ് ഡേറ്റ യൂസ് ചെയ്തിട്ടാണ് പ്രോസസ്സ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഡോക്യുമെൻറ്റ്സും എക്സാക്റ്റ് യൂസ് ചെയ്തിട്ടാണ് AI വർക്ക് ചെയ്യുന്നത്. അപ്പോൾ AI ഉള്ള സമയത്ത് നമുക്ക് ഡോക്യുമെൻറ്റ് ഓതൻറ്റിക്കേഷൻ ടൂൾസ് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഓതൻറ്റിക്കേഷൻ AI ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിരിക്കും, അതായത് ഹ്യൂമൻസ് വരുത്തുന്ന എറേഴ്സ് ഉണ്ടാവില്ല. പക്ഷേ ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്കറിയാം അത് നമ്മളുടെ ആണെന്ന്, പക്ഷേ ചില ഡാമേജ് സംഭവിച്ചിട്ട് അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ AIയോട് പറയാൻ പറ്റുമോ ഇത് എൻ്റെ സാധനം അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്, അല്ലെങ്കിൽ എനിക്ക് അത് തിരിച്ചു തരണം എന്ന് നമുക്ക് അവിടെ റിക്വസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതൊരു നെഗറ്റീവ് സൈഡാണേ. പിന്നെ നമ്മൾ AI യൂസ് ചെയ്യുന്നത് ലോൺ ഡിസ്പേഴ്സ്മെൻറ്റിനാണ്. എന്താ ലോൺ ഡിസ്പേഴ്സ്മെൻറ്റ്? ലോൺസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ലോൺസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് AI യൂസ് ചെയ്യുന്ന ഒന്നാമത്തെ കാര്യമാണ്, അല്ലെങ്കിൽ AIയുടെ ഏത് ടെക്നോളജിയാണ് ലോൺസ് ഡിസ്പേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് AI ബേസ്ഡ് ക്രെഡിറ്റ് സ്കോറിംഗ് അൽഗോറിതം. എന്താ ഈ ക്രെഡിറ്റ് സ്കോറിംഗ് അൽഗോറിതം എന്ന് പറയുന്നത്? ഇപ്പം നമ്മൾ ബാങ്കിൽ ലോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മളത് കൃത്യമായിട്ട് പേ ചെയ്യുന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് പേ ചെയ്യുന്നില്ലെങ്കിലും ബാങ്ക് അതോറിറ്റിയുടെ കയ്യിൽ ഇതിൻ്റെ ഡേറ്റ ഉണ്ടാവും. അതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ലോൺ എടുക്കുന്ന ആളാണെങ്കിൽ അയാൾ കൃത്യമായി അത് റീപേ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഡേറ്റയും ബാങ്കിൽ ഫീഡ് ചെയ്യാറുണ്ട് അവരുടെ സോഫ്റ്റ്വെയറിൽ. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈം ആകുമ്പോൾ നമ്മൾ ബാങ്കിൽ ലോൺ എടുക്കാൻ പോകുമ്പോൾ നമ്മുടെ ഈ ഒരു നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു ചെയ്യുന്ന പങ്ക്ച്വാലിറ്റി, നമ്മുടെ ഈ ഒരു സത്യസന്ധത, അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നു, നമ്മൾ ഒഴിവാക്കുന്നില്ല, ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഈ ഡേറ്റ ഫീഡ് ചെയ്യുന്നത് കൊണ്ട് മാത്രം നമ്മുടെ ഈ ഒരു ഡേറ്റ എടുത്ത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ ഡേറ്റ ഫീഡ് ചെയ്യുന്നില്ലേ, അത് യൂസ് ചെയ്ത് നമുക്ക് സ്കോറിങ് നടത്താറുണ്ട്. അതായത് ഇപ്പം നിങ്ങൾ ടീച്ചേഴ്സിൻ്റെ അടുത്ത് വന്ന് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നു, കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾ കൃത്യസമയത്ത് സബ്മിറ്റ് ചെയ്യുന്നു, അയാൾക്ക് ഒരു ദിവസം വൈകിപ്പോയി. അപ്പോൾ വൈകി പോകുമ്പോഴത്തേനും ടീച്ചേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യും. എന്തുകൊണ്ടാണ്? കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഒരു ദിവസം അബദ്ധം പറ്റുള്ളൂ. സ്ഥിരം ചെയ്യുന്ന ആൾ ചെയ്തില്ലെന്ന് പറഞ്ഞാലും ടീച്ചേഴ്സ് മനസ്സിലാക്കും. കാരണം എന്താ? ടീച്ചേഴ്സിൻ്റെ ബ്രെയിനിൽ ഈ ഒരു ഡേറ്റ ഫീഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ലോൺസ് നമ്മൾ പേ ചെയ്യുന്ന ടൈമിലും ലോൺസ് നമ്മൾ എടുക്കുമ്പോൾ നമ്മളുടെ പേയ്മെൻറ്റ് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് ബാങ്കുകളുടെ സോഫ്റ്റ്വെയറിൽ സേവ് ചെയ്തിട്ടുണ്ടാകും. ആ സോഫ്റ്റ്വെയറിൽ ഡേറ്റ യൂസ് ചെയ്ത് AIക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇയാൾക്ക് ഓരോ സ്കോറിങ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ആ സ്കോറിങ് യൂസ് ചെയ്ത് ലോൺസ് ചിലപ്പം എമൗണ്ട് കുറച്ച്, അതായത് പലിശ കുറച്ച് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ കാലാവധി നീട്ടി കൊടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബാങ്കുകൾക്കും അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും നമുക്കും ഒക്കെ റിസ്ക് ഒരു പരിധി വരെ ഈ ഒരു സിസ്റ്റം വഴി ഒഴിവാക്കാൻ പറ്റുന്നുണ്ട്. ഇത് AI ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റിൽ യൂസ് ചെയ്യുന്ന സിബിൽ സ്കോറിംഗ് പോലുള്ള ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻ്റ് ആണ്. പിന്നെ AI ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റിൽ എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഓട്ടോമേറ്റഡ് അണ്ടർ റൈറ്റിംഗ് എൻജിൻസ്. ഓട്ടോമേറ്റഡായിട്ട് നമ്മുടെ ഈ ഒരു ക്ലയൻറ്റിൻ്റെ ഡേറ്റയൊക്കെ യൂസ് ചെയ്ത് അയാൾക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ലേ എന്നുള്ളത് റിയൽ ടൈമിൽ തന്നെ, അതായത് സ്പോണ്ടേനിയസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്ന AI എൻജിൻസ് നമ്മൾ ലോൺ ഡിസ്പേഴ്സ്മെൻറ്റിൽ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ബാങ്കിനെ പറ്റിച്ച്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിച്ച് നടക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ എൻ്റെ ഡേറ്റ അങ്ങനെയാണ് ഫീഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ പോയി ബാങ്കിൽ ലോണിന് അപ്ലൈ ചെയ്യുമ്പം സ്വാഭാവികമായിട്ട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ AI എന്നെ റിജക്റ്റ് ചെയ്യും. കാരണം ഇത്രയും നെഗറ്റീവ് ബാക്ക്ഗ്രൗണ്ട് കിടക്കുന്ന ആൾ ഒരിക്കലും അത് സപ്പോർട്ട് ചെയ്യില്ല. ഇനി ഞാൻ കണ്ടിന്യൂസ് അക്സെപ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ കൊടുക്കുന്ന ആളാണെങ്കിൽ അവരെന്നെ അക്സെപ്റ്റ് ചെയ്യും. ഇതും AIയുടെ, അതായത് ഹ്യൂമൻ്റെ ഇൻ്റർഫറൻസ് ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന. പിന്നെ API ഫോർ റിയൽ ടൈം ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. ഇതാണ് നമ്മുടെ AI യൂസ് ചെയ്ത് ലോൺ ഡിസ്പേഴ്സ്മെൻറ്റിൽ നടത്തുന്ന അടുത്ത ടെക്നോളജി. ഒരു വ്യക്തിയുടെ ഇൻകം, എക്സ്പെൻസസ്, ഫിനാൻഷ്യൽ ഹാബിറ്റ്സ് ഇതൊക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്നോളജിയാണ് API എന്ന് പറയുന്നത്.
ഫിനാൻഷ്യൽ ടെക്നോളജിയിൽ നമ്മൾ എ ഐ യൂസ് ചെയ്യുന്നത് ലോൺ റിക്കവറിക്ക് വേണ്ടിയിട്ടാണ്. എന്താ ലോൺ റിക്കവറി എന്ന് പറയുന്നത്? നമ്മൾ പേ ചെയ്തോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് ലോൺ പ്രൊവൈഡ് ചെയ്തു, ഈ ലോൺ നമ്മൾ റീപേ ചെയ്യാൻ വേണ്ടി അതിനെ ഒന്ന് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ നമുക്ക് ഫിനാൻഷ്യൽ ടെക്നോളജിയിൽ എ ഐ യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെ എ ഐ ഫിനാൻഷ്യൽ ടെക്നോളജിയിൽ ലോൺ റിക്കവറിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ, എ ഐ ഡ്രിവൻ റിമൈൻഡർ സിസ്റ്റം ആണ്. അതായത് നമ്മൾ ലോൺ എടുത്തോ അല്ലെങ്കിൽ EMI സിസ്റ്റം എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേയിലും വാട്സപ്പിലും ഒക്കെ നമുക്ക് റിമൈൻഡർ വരത്തില്ലേ, 5-ാം തീയതിക്കുള്ളിൽ പേ ചെയ്യണം, അക്കൗണ്ടിൽ സഫീഷ്യൻറ്റ് ബാലൻസ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം എന്നുള്ളത്. ഇതൊക്കെ ലോൺ റിക്കവറിക്ക് വേണ്ടിയിട്ടുള്ള എ ഐ ഡ്രിവൻ റിമൈൻഡർ സിസ്റ്റമാണ്. ഇനി അടുത്തത് പ്രെഡിക്റ്റീവ് അനാലിറ്റിക്സ്. കസ്റ്റമേഴ്സിന് ഡിഫോൾട്ടായിട്ടുള്ള എന്തെങ്കിലും ലോൺ പേയ്മെൻറ്റ് സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, എനേബിൾ ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട്, അതിനൊക്കെ വേണ്ടിയിട്ടും നമുക്ക് എ ഐ യൂസ് ചെയ്യാം. പിന്നെ ബിഹേവിയറൽ എ ഐ മോഡൽ, ബോറോവേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് ടൈം, ബെസ്റ്റ് ചാനൽ, ബെസ്റ്റ് മെസ്സേജ് ടോൺ, ഇതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിഹേവിയറൽ എ ഐ മോഡൽസ് ഉണ്ട്. അതായത് ഇപ്പം ഞാൻ വാട്സപ്പ് യൂസ് ചെയ്യാത്ത ആളാണെന്ന് വിചാരിക്കും, ഞാൻ ഇങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് കാണുന്നത്. അപ്പോഴത്തേക്കിനും എന്നെ വേണമെങ്കിൽ എൻ്റെ എ ഐ പറയും, ഈ ഫോണൊന്നും യൂസ് ചെയ്യാത്ത ആളാണ്, വിളിച്ചാലേ അയാൾ ലോണിന് വേണ്ടിയിട്ടുള്ള റിമൈൻഡർ കിട്ടുള്ളൂ. സോ അങ്ങനെയുള്ള ആൾക്ക് കോൾ ഓട്ടോമേഷൻ പോവുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ലോൺ റിക്കവറി മെത്തേഡിൽ നമ്മൾ എ ഐ യൂസ് ചെയ്യാറുണ്ട്. അടുത്ത് നമ്മൾ ഫിനാൻഷ്യൽ ടെക്നോളജിയിൽ എ ഐ യൂസ് ചെയ്യുന്നത് കസ്റ്റമർ ഇൻ്റർഫേസസ് ആൻഡ് സപ്പോർട്ടിന് വേണ്ടിയിട്ട്. എന്താ കസ്റ്റമർ ഇൻ്റർഫേസസ് ആൻഡ് സപ്പോർട്ട് എന്ന് പറയുന്നത്? കസ്റ്റമറിൻ്റെ ഇൻട്രാക്ഷൻസ്, അതായത് കൺസിസ്റ്റൻ്റായിട്ടും റെസ്പോൺസീവായിട്ടും കസ്റ്റമറുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എ ഐ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിന് എക്സാമ്പിളാണ് എ ഐ ചാറ്റ് ബോട്ട്സ്. ഇപ്പോൾ 24/7 ടൈം സപ്പോർട്ട്സ് അല്ലേ. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ ഗൂഗിൾ പേ എടുക്കുകയാണ് എക്സാമ്പിൾ, നമുക്ക് ഗൂഗിൾ പേയിൽ നമ്മൾ പൈസ അയച്ചു പോകുന്നില്ല, അപ്പോൾ നമുക്ക് അപ്പം തന്നെ ഗൂഗിൾ പേയുടെ ചാറ്റ് ബോട്ടുമായിട്ട് കോൺവെർസേഷൻ നടത്തി നമുക്കതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ള സൊല്യൂഷൻ അവിടെ കിട്ടും. അതുപോലെ വോയിസ് റെക്കഗ്നേഷൻ സിസ്റ്റം, റീജിയണൽ ലാംഗ്വേജിൽ വോയിസ് ബേസ്ഡ് നാവിഗേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എ ഐ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സെൻറ്റിമെൻറ്റ് അനാലിസിസ് ടൂൾസ്, കസ്റ്റമറുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് വഴി എന്തറിയാൻ പറ്റും, എ ഐ യൂസ് ചെയ്യുവാണെങ്കിൽ അയാളുടെ മൂഡ്സും സാറ്റിസ്ഫാക്ഷനും ഒക്കെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതിനുള്ള എക്സാമ്പിളാണ് HDFC ബാങ്കിൻ്റെ ചാറ്റ് ബോട്ടായിട്ടുള്ള ഈവ എന്ന് പറയുന്ന സാധനം, പേടിഎമ്മിൻ്റെ എ ഐ ഹെൽപ്പ് ഡെസ്ക്, ഗൂഗിൾ പേയുടെ എ ഐ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവിടെയും നമ്മൾ എ ഐ യൂസ് ചെയ്ത് നമ്മൾ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് നടത്താറുണ്ട്. എ ഐ യൂസ് ചെയ്തിട്ടുള്ളതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്? നമുക്ക് ഫാസ്റ്റർ, പേപ്പർലെസ്, സെക്യൂർ ആയിട്ടുള്ള കാര്യങ്ങൾ നടത്താൻ വേണ്ടി എ ഐ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻസ്റ്റൻറ്റ് അപ്രൂവലോ അല്ലെങ്കിൽ റിജക്ഷനും വേണ്ടിയിട്ട് എ ഐ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ബെറ്റർ റീപേയ്മെൻറ്റും സ്മാർട്ട് റിമൈൻഡേഴ്സും വെച്ച് എ ഐ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇനി നമ്മളുമായിട്ട് ഹ്യൂമൻ ഇൻ്റർവെൻഷൻ കുറച്ചുകൊണ്ട് 24/7 കസ്റ്റമർ ഇൻ്റർഫേസ് നടത്താനും എ ഐ ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമ്മുടെ ഫിനാൻഷ്യൽ ടെക്നോളജീനെ എനേബിൾ ചെയ്യുന്ന കോറായിട്ടുള്ള പല ടെക്നോളജീസും ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ കോറായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട 2 കാര്യങ്ങളാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതുപോലെ തന്നെ റോബോ അഡ്വൈസേഴ്സും. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ ഒരു സെക്ഷനാണ് നമ്മളിപ്പോൾ നോക്കിയത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്നുകൂടി ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ടും ക്ലിയർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് പേഴ്സണലായിട്ട് ചോദിച്ചാൽ മതി. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് റോബോ അഡ്വൈസേഴ്സും അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന ആപ്ലിക്കേഷൻസും ഒക്കെ നോക്കാം. താങ്ക് യു.